ഇന്നലെ രാത്രി ഒരു കുഞ്ഞു സംഭവം. രാത്രി 11:30 പുത്തുംപുരയ്ക്കിലെ സേവറച്ചൻ എന്നെ വിളിച്ചു. ഞാൻ മുറിയിൽ ഉറങ്ങാനായിട്ടുള്ള ചെറിയ രീതിയിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛ ഒരു കാര്യം ചെയ്യണം, ഇപ്പോൾ തന്നെ ദിവികാരൻ ഈശോയുടെ മുൻപിൽ പോയി അരമണിക്കൂർ ആരാധന നടത്തണം. എന്നിട്ട് വലതുവശവും ഇടതുവശവും കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും വലതും ഇടതും കിഴക്കും പടിഞ്ഞാറും അച്ഛൻ വികാരിയച്ഛൻ്റെ ദൈവം തന്ന കൃപയുപയോഗിച്ച് ആശീർവദിക്കണം. ഞാൻ എൻ്റെ റൂമിൽ തന്നെ മുട്ടുകുത്തി നിലം ചുംബിച്ച് 4 ദിക്കുമം ആശീർവദിക്കുകയുണ്ടായി. എനിക്ക് തോന്നുക ദിവികാരൻ ഈശോയുടെ ദിവ്യ അത്ഭുതത്തിൻ്റെ പ്രഖ്യാപനത്തോടൊപ്പം കോരിച്ചൊരിയുന്ന മഴയുടെ റെഡ് അലർട്ടിൻ്റെ ഈ ദിനങ്ങളിൽ ഈ ഒരു അവസരം ദൈവം സമ്മാനിച്ചതിന് മുൻപിൽ ഹൃദയപൂർവ്വം കൂപ്പൈകളോടെ ഈ ദേശവും ദൈവജനവും നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരെയും തിരുക്രമങ്ങളിലേക്ക് ദിവികാരൻ ഈശോ ഇതിലപ്പുറം നമ്മളോട് എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊന്നു മാത്രം ചെയ്യാം. ഭാഗ്യസ്മരണാർഹനായ ലയോ 13 മാർപ്പാപ്പ ദിവികാരുണ്യത്തെ സ്നേഹിക്കുന്ന വിശുദ്ധ ബലിയർപ്പിക്കുവാൻ വരുന്ന ദിവികാരുണ്യ അത്ഭുതത്തോട് ചേർന്ന് നിൽക്കുന്നവരോടായി പറഞ്ഞു, ഒന്ന് മാത്രമേ ഇതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റൊന്നുമല്ല. ദിവികാരുണ്യം എന്താണോ, വിശുദ്ധ കുർബാന എന്താണോ, ഈ ദിവികാരുണ്യ അത്ഭുതം എന്താണോ, അതായിത്തീരുക. അത് സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, കൂട്ടായ്മയുടെ, ഒരുമയുടെ, സ്വർഗയാത്രയുടെ സമ്മാനമാണ്. സ്വർഗം ഈ ദേശത്തിൻ്റെ മുൻപിൽ ചാർത്തി തന്ന ഏറ്റവും വലിയ സമ്മാനമായ കയ്യൊപ്പ് ചാർത്തിയ ഈ പുണ്യപ്പെട്ട ദിനം ഒരിക്കൽ കൂടി ഒറ്റവാക്കിൽ നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ.